പാർട്ട് ടൈം വർക്ക് കിട്ടി ഞാൻ ബെർലിൻ വിടുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നത് ബെർലിനിലായിരുന്നു. ആ നാട്ടിൽ എനിക്കൊരു ഒറ്റപ്പെട്ട ലൈഫായിരിക്കും ഉണ്ടാവുക എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ ഞാൻ ഊഹിച്ചതിലും ഭയാനകമായിരുന്നു എൻ്റെ അവിടുത്തെ ജീവിതം. ഒരു റൂമിൽ ഞാൻ തനിച്ച്, എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. എന്നും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കരച്ചിൽ തന്നെ. എനിക്ക് സംസാരിക്കാൻ ആരില്ല, പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് ഇല്ല, വർക്ക് വിട്ട വീട്, വീട് വിട്ട വർക്ക്, അത്ര തന്നെ. എൻ്റെ സന്തോഷം എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വർക്ക് പ്ലേസിൽ വെച്ചൊരു കുട്ടിയെ പരിചയപ്പെടുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്നെ പരിചയമുള്ള രീതിയിലാണ് ആ കുട്ടി എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ഒത്തിരി ദൂരത്തു നിന്നാണ് ഞാൻ വരുന്നതെന്നും മനസ്സിലാക്കി, എനിക്ക് ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്നും മനസ്സിലാക്കി അവൾ എന്നെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിയിട്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ദിവസങ്ങൾ സ്വർഗം തന്നെയായിരുന്നു. എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി എന്റെ കൂടെ അവൾ നിന്ന് സപ്പോർട്ട് ചെയ്തു. അവളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ ഏജിലുള്ള എന്നെ തന്നെയായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി, അങ്ങനെ പറഞ്ഞ ഒരുപാട് ഡിസ്റ്റൻസ് ആവും, ഒരു നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അവള്. അവളുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ദിവസം സുഖമില്ലാതെ ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ട് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കുറച്ച് ദിവസങ്ങൾ അവള് ലഞ്ച് കൊണ്ടുവരാനാണ് കോളേജിൽ വന്നത്. ആദ്യത്തെ 2-3 ദിവസങ്ങളൊക്കെ ഞങ്ങള് ഷെയർ ചെയ്തു. പക്ഷെ ഷെയർ ചെയ്ത് കഴിച്ച് എത്രത്തോളം വിശപ്പ് മാറും. പിറ്റേ ദിവസം തൊട്ട് എന്റെ ലഞ്ച് പാക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ അവൾക്കും ഞാൻ ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ കൊണ്ടുപോകാത്ത ദിവസം ഞങ്ങൾ രണ്ടുപേരും ക്യാൻറ്റീനിൽ പോയി കഴിക്കുകയും ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന് ചെയ്യുമായിരുന്നു. ഞാൻ ഇതിവിടെ പറഞ്ഞത് ഇത് വലിയൊരു മഹത്വമായിട്ടുള്ള കാര്യമായിട്ടൊന്നുമല്ല. അന്ന് ഞാൻ അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചെയ്തതുകൊണ്ടാവാം ഇന്ന് ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് എനിക്ക് ഹെൽപ്പ് കിട്ടിയത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കർമ്മഫലം അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരിക്കലും നമ്മളെ തേടി വരും.